നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആണവ കരാറിലെ എത്തിയില്ലെങ്കിൽ ഇറാനു നേരെ പരിമിതമായ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഇറാനു നേരെ ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട്, ആണവ കരാറിൽ എത്തിയില്ല എങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. ഇറാന് പരമാവധി 15 ദിവസത്തെ സമയമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ട്രംപ് നൽകിയിരിക്കുന്നത്. അതിനിടെ കരാർ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ആക്രമിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇറാന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഒന്നുകിൽ കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമാകും കാര്യങ്ങൾ. അതായത് ഒന്നുകിൽ കരാർ ഉണ്ടാക്കുക, കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാൻ അർത്ഥവത്തായ കരാർ ഉണ്ടാക്കണം. അത്തരത്തിലൊരു കരാറിലേക്ക് ഇറാൻ എത്തിയില്ല എങ്കിൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ, ഈ അനുവദിക്കപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ എന്തും സംഭവിക്കാമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ ആഴ്ചയുടെ അവസാനം എത്തുമ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ സജ്ജമാണ്, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ സന്നദ്ധമാണ് എന്നും US സൈന്യം വൈറ്റ് ഹൗസിനെ അറിയിച്ചു. എന്തായാലും പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധഭീതി ഉടലെടുത്തിരിക്കുകയാണ്. ഒരു കരിനിഴൽ പശ്ചിമേഷ്യയ്ക്ക് മേൽ വീണിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ പശ്ചിമേഷ്യയെ യുദ്ധ വാർത്തകളിലൂടെയാണ് കാണുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ US-ഉം ഇറാനും തമ്മിലൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ, ലോകത്തിലൊരു അസമാധാനം വിതരപ്പെടുകയാണോ എന്ന ചോദ്യമൊക്കെ നിലവിൽ ശക്തമാവുകയാണ്. US സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് UN-ൽ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇറാവാനി പറഞ്ഞു. UN സെക്രട്ടറി ജനറലിനും രക്ഷാസമിതി അധ്യക്ഷനും അയച്ച കത്തിലാണ് പ്രത്യാക്രമണം നടത്താനുള്ള നിയമപരമായ അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ താവളങ്ങൾ US-ന് വേണ്ടി വന്നേക്കുമെന്ന ട്രംപിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റ്, അതും ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനം. US പ്രസിഡന്റ് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അത് വലിയൊരു സൂചനയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇത് വലിയ ഭീഷണിയാകുമെന്നാണ് അധികൃതരൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം നിയമവിരുദ്ധ ഭീഷണികൾ അത് തടയണമെന്ന ആവശ്യം രക്ഷാസമിതിയോട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്നത് ചോദ്യം. സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണമാണ് ഇറാൻ കാംക്ഷിക്കുന്നത്. പക്ഷേ നയതന്ത്ര പരിഹാരങ്ങൾക്കും സന്നദ്ധമാണ് എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ട്രംപിന്റെ ഭീഷണി അതൊരു വശത്ത് ശക്തമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ചിന്തിക്കുന്നതിലപ്പുറമുള്ള തിരിച്ചടി, വലിയൊരു കനത്ത തിരിച്ചടി, വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി മുഴക്കി ഒരു വശത്തുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു അസമാധാനത്തിന്റെ നിഴൽ പടരുകയാണ്. നേരത്തെ നമ്മൾ അറിഞ്ഞതുപോലെ എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി 1 മാസത്തോളമായി മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡും മെഡിറ്ററേനിയനിൽ എത്തിയിട്ടുണ്ട്. അതായത് സജ്ജമാണ് അമേരിക്ക. ഒരു തീരുമാനം ഇറാൻ എടുത്തില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടും ഇറാൻ എന്ന മുന്നറിയിപ്പ് എന്തായാലും ചോദ്യം ബാക്കിയാവുകയാണ്. അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് വീണ്ടും കടക്കുമോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.